എനിക്ക് ഈ തേവിടിച്ചേ കിട്ടിയുള്ളൂ കെട്ടി കൂടെ പൊറപ്പിക്കാൻ. ഗൗരവ അനാമികയുടെ കൈയും പിടിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ കേട്ട വാക്കുകളാണിത്. അമ്മേ ഞാൻ മിണ്ടരുത് നീ. ഈ പേഴ്ചവൾ എന്ത് പറഞ്ഞാണ് എന്റെ കുഞ്ഞിനെ വളച്ചെടുത്ത്? ദേവകിയമ്മ നെഞ്ചത്തടിച്ച് വിലപിച്ചു. അമ്മ എന്തൊക്കെയായി പറയുന്നത്? മിണ്ടരുത് നീ. ഇവളെ കൂടെ പൊറപ്പിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ എന്റെ മോൻ ഇവിടുന്ന് ഇറങ്ങാം. അല്ല ഇനി ഇവിടെ താമസിക്കണമെന്നാണെങ്കിൽ ഇവളെ നീ എവിടുന്നാണ് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുപോയി വിട്. അമ്മേ മിണ്ടാണ്ട് ചെയ്യടാ. ഇതെല്ലാം മൗനമായി കേട്ട് ദേവകിയുടെ പുറകിൽ ഗൗരവിന്റെ അച്ഛൻ നാരായണൻ നിൽപ്പുണ്ടായിരുന്നു. ഗൗരവ് അച്ഛനെ നോക്കി. അവിടുത്തെ മൗനം അച്ഛനും അത് തന്നെയാണ് പറയാനുള്ളതെന്ന് ബോധ്യപ്പെടുത്തി. എന്ത് ചെയ്യണം, ആരെ തള്ളണം, ആരെ കൊള്ളണം എന്നറിയാതെ അവൻ ഒരുങ്ങി. അവസാനം അവനൊരു തീരുമാനമെടുത്തു. അച്ഛനും അമ്മയും പറയുന്നതായിട്ട് നിൽക്കുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ ശരിയാവില്ല. അവൻ അനാമികയുടെ കൈവിട്ട് അകത്തേക്ക് കയറിപ്പോയി. ഒരു നിമിഷം അവൾ ഓന്തിനെ ഓർത്തുപോയി. ഓന്തിനേക്കാൾ വേഗത്തിലാണ് മനുഷ്യന്റെ നിറങ്ങൾ മാറുന്നത്. അമ്മയുടെ വഴിപിഴച്ച ജീവിത അച്ഛന്റെ പീഡനം, അതിൽ നിന്ന് താൻ രക്ഷപ്പെട്ടു എന്നൊരു നിമിഷം വിചാരിച്ചു. ഇല്ല, വീണ്ടും പഴയ അനുവിലേക്ക് താൻ കൂപ്പുകുത്തി. ഈ പ്രാവശ്യം ഒരു വേദന കൂടി. പ്രാണനെ പോലെ സ്നേഹിച്ചവൻ ഉപേക്ഷിച്ചിരിക്കുന്നു. ഒരു പുഞ്ചിരിയാലെ അവൾ ആ പടിയിറങ്ങി. 3 വർഷത്തിന് ശേഷം വിധിയോട് പൊരുതി ഇന്ന് അവൾ തന്റെ പഠനം പൂർത്തിയാക്കി ഒരു നഴ്സായി ഹോസ്പിറ്റലിലേക്ക് കയറി. സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ള ആദ്യപടി പ്രാർത്ഥനയോട് അവൾ വലതുകാല് വെച്ച് കയറി. അനു, നിന്നെ ഡോക്ടർ വിളിക്കുന്നുണ്ട്. ശരി ചേച്ചി, ഞാൻ ചെല്ലാം. ദേ ഈ മുറിവൊന്ന് ക്ലീൻ ചെയ്യട്ടെ. പേഷ്യന്റിന്റെ മുറിവ് ക്ലീൻ ചെയ്തവൾ ഡോക്ടർ റൂമിലേക്ക് ചെന്നു. സർ, മേ ഐ കമിൻ? യെസ് അനാമിക, കമിൻ. അവൾ അകത്തേക്ക് കയറി. അനു, ഇതെന്നെ വേണ്ടപ്പെട്ടൊരു പേഷ്യൻ്റാണ്, തന്നെ സ്പെഷ്യലായിട്ട് നോക്കണം. ശരി സർ. മറുപടി പറഞ്ഞവൾ നോക്കിയത് ഗൗരവിൻ്റെ അമ്മയുടെ നേരെയാണ്. പണ്ടവൾ നേരിട്ട് അതേ പൂച്ചച്ചിരിയുണ്ട്. വരൂ. അവൾ അവരെ പിടിക്കാനായി ആഞ്ഞു. വേണ്ട. അവർ കൈയെടുത്ത് തടഞ്ഞു. കണ്ട പിഴച്ചവളുമാരെ എന്നെ തൊടണ്ട. മാഡം, സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ നിങ്ങളുടെ മരുമോളൊന്നല്ല, ഇവിടുത്തെ സിസ്റ്ററാണ്. ഡോക്ടറുടെ വേണ്ടപ്പെട്ടവരാണെന്ന് കരുതി എന്നെ ഭരിക്കാൻ വന്നേക്കരുത്. രേഷ്മേ, ദേ ഇവരെ കൊണ്ടുപോയിക്കോ. ഇനി ഞാൻ തൊട്ടിട്ട് നിങ്ങൾ തീണ്ടാരിയാവേണ്ട. അവനൊന്നും മിണ്ടാതെ അവൾ സൂക്ഷിച്ച് നോക്കി. 2 ആഴ്ച കഴിഞ്ഞു. അവൾക്ക് പറ്റില്ല പോലും അമ്മായി അമ്മയുടെ മരവും മൂത്രം എടുക്കാൻ അച്ഛനോട് ഗൗരവ് പറഞ്ഞു. അപ്പോഴയാൾ മൗനമായി നിന്നു. അച്ഛൻ, നമുക്കൊരു ഹോം നേഴ്സിനെ വെച്ചാലോ? അല്ലെങ്കിൽ വലിയ തൊല്ലയാ. എനിക്കും അച്ഛൻ എപ്പോഴും ലീവ് എടുത്ത് നിൽക്കാൻ പറ്റുമോ? ആലോചിക്കാം. ഇതെല്ലാം കേട്ട് കിടന്ന് അവരുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോഴാണ് അനു റൂമിലേക്ക് കയറി വന്ന്. അവൾ BP ഒക്കെ ചെക്ക് ചെയ്ത് തിരിച്ചിറങ്ങാൻ നേരം അവരവളുടെ കയ്യിൽ പിടിച്ച്. എന്താ, വല്ല വിഷമവും തോന്നുന്നുണ്ടോ? അവരില്ലെന്ന് തലയാട്ടി. പിന്നെ എന്തു പറ്റി? മോളെ, മാപ്പ്. വെറുക്കുന്ന കൈകൾ കൂപ്പി അവർ പറഞ്ഞു. ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവൾ അവരുടെ കൈ പിടിച്ച് പറഞ്ഞു. അവൾ ഗൗരവിൻ്റെയും അച്ഛൻ്റെയും നേരെ നോക്കി. അവർ തലകുനിച്ച് നിൽക്കുകയാണ്. മോളെ മനസ്സിലാക്കാൻ ഞങ്ങൾക്കന്ന് കഴിഞ്ഞില്ല. പക്ഷേ ഇന്നിപ്പോൾ മനസ്സിലാവുന്നു. മാണിക്യത്തെയാ അന്ന് ഞാൻ ആട്ടിയിറക്കി വിട്ടതെന്ന്. മാപ്പ് മോളെ, മാപ്പ്. അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അധികം സ്ട്രെസ് എടുക്കുന്ന ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? പിന്നെ ഇതൊക്കെ പഴയ കാര്യങ്ങളല്ലേ. എനിക്കതൊരു വിഷമം തീരെയില്ല. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു. ഇന്ന് സന്തോഷവതിയാണ്. അമ്മ പോയെങ്കിൽ അച്ഛനുണ്ട് എനിക്ക്. ഇന്ന് കൂടെ കൂട്ടിന് വേറൊരാളും. അവളത് പറഞ്ഞപ്പോൾ അത്രയും നേരം തലകുനിച്ചെന്ന് ഗൗരവ് തല ഉയർത്തി നോക്കി. ഒരു ചെറുപുഞ്ചിരിയോട് അവൾ പറഞ്ഞു. കല്യാണം കഴിഞ്ഞു. ആണോ മോളെ? അമ്മയ്ക്ക് സന്തോഷമായി. ഞാൻ കാണുന്ന എൻ്റെ മോളുടെ ജീവിതം പോയില്ലെന്ന് ഓർത്തി വിഷമിക്കുകയായിരുന്നു. അതിപ്പോൾ തീർന്നു. എന്താ മോളെ മോന് ജോലി? നല്ല ജോലിയാണ്. ഒരു ദിവസം വരാം, ആളെ കൊണ്ട്. അപ്പം കാണാമല്ലോ. ശരി മോളെ. അവർ പുറത്തേക്ക് പോന്ന് നോക്കുന്ന ഗൗരവിന് നഷ്ടബോധം തോന്നി. എന്നാലും അത് ആരാണെന്നറിയാനുള്ള ആകാംക്ഷ അവനിലുണ്ടായിരുന്നു. മോളെ, എന്നാ എന്നെ ഡിസ്ചാർജ് ആക്കുന്നേ? ഇന്ന് വൈകിട്ടെന്നാ വിശാഖ ഡോക്ടർ പറഞ്ഞേ. ആണോ? സമാധാനം. വീട്ടിൽ പോയാൽ തന്നെ പകുതി അസുഖം കുറയും. മോളെ അവനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ലാലോ. വരും, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഡിസ്ചാർജ് ആവുമെന്ന്. ആണോ? ശരി. അത് കേട്ട ഗൗരവിന് ആകാംക്ഷ അടക്കാനായില്ല. വൈകുന്നേരം. നന്നായിട്ട് നോക്കണം മിസ്റ്റർ ഗൗരവ്. അധികം പണിയൊന്നും എടുപ്പിക്കണ്ട. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്കൊന്ന് കൊണ്ടുപോകണം. വേറൊന്നും കൊണ്ടല്ല, ഒരു റിലീഫ് ആയിക്കോട്ടെ. അവ പെട്ടെന്ന് പ്രോഗ്രസ് ഉണ്ടാവും ആരോഗ്യത്തിനൊക്കെ. ഓക്കെ, എനിവേ. ഡോക്ടറെ, എന്താ അമ്മേ? അനാമിക സിസ്റ്റർ ഉണ്ട്. എന്തേ വിളിക്കണം? വിളിക്കാം. രേഷ്മ സിസ്റ്റർ, അനാമികയുടെ ഇങ്ങോട്ടൊന്ന് വരാൻ പറയൂ. എന്നിട്ട് താനാ 101 പേഷ്യനെ നോക്കി. ശരി ഡോക്ടർ. ഇപ്പോൾ വരും കേട്ടോ. എന്താ വൈശാഖ ഡോക്ടറെ വിളിച്ചേ? ഏയ് ഒന്നുമില്ല, ഇവർ തന്നെ ഒന്ന് കാണുമെന്ന് പറഞ്ഞ അതാ. അമ്മേ, മോളെ വന്നില്ലേ? അവരുടെ ചോദ്യത്തിന് അവൾ പുഞ്ചിരിച്ചു. എന്നിട്ട് വൈശാഖിന്റെ മുഖത്തേക്ക് നോക്കി. അമ്മേ, ഇതാണ് ആള്. അവൾ വൈശാഖിനെ ചൂണ്ടി പറഞ്ഞു. അവളുടെ പറച്ചിൽ ഗൗരവം ഞെട്ടി. അതെ അമ്മേ, ഞാൻ തന്നെ ഇവളുടെ ഹസ്ബൻഡ്. ഇവള് മിസ്സിസ് വൈശാഖ്. നന്നായി വരും. അവൾ അവരുടെ കാൽ തൊട്ട് വന്നിച്ചു. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ? ശരി, എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. അവർ രണ്ടുപേരും സന്തോഷത്തോടെ നടന്നു നീങ്ങുന്നു. ഗൗരവ അമ്മയച്ഛനും നോക്കി നിന്നു.